അതീവ ഭയാനകമായിട്ടുള്ള ആശങ്ക ജനിപ്പിക്കുന്ന ചില വാർത്തകളാണ് മധ്യപൂർവേഷ്യയിൽ നിന്ന് ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ലോകം ചില യുദ്ധമുഖങ്ങളെ വളരെ ഭീതിയോടുകൂടി ഈ ദിവസങ്ങളിൽ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ട്രംപ് തുറന്നുവിട്ട ഈ ഇറക്കുമതി ചുങ്കവുമായിട്ട് ട്രംപ് ആരംഭിച്ച വ്യാപാര യുദ്ധമുണ്ട്. അതിനേക്കാൾ ഗൗരവമായി ഇറാൻ വേഴ്സസ് അമേരിക്ക ആൻഡ് ഇസ്രായേൽ എന്ന രീതിയിലേക്ക് ഒരു യുദ്ധമുഖം മധ്യപൂർവേഷ്യയിൽ തുറന്നിരിക്കുന്നു. അത് വളരെ ഗൗരവമായിട്ടുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ നീങ്ങുന്ന ഒരു കാഴ്ച. അമേരിക്കൻ യുദ്ധക്കപ്പലൊക്കെ ആ മേഖലയിലേക്ക് അമേരിക്ക അയച്ചിരിക്കുന്നു. തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ വലിയ രീതിയിലുള്ള മിസൈൽ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഈ ഒരു പ്രശ്നങ്ങൾ, ഈ ഒരു സംഭവങ്ങൾ ലോകത്തിലെ ആ ഒരു സമാധാന അവസ്ഥയെ എത്രത്തോളം ഗുരുതരമായിട്ട് ബാധിക്കും? അത് ആ മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുവോ, അല്ലെങ്കിൽ അത് യൂറോപ്പ് ഉൾപ്പെടെ, ഏഷ്യ ഉൾപ്പെടെ, ആഫ്രിക്ക ഉൾപ്പെടെ വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് ഈ സംഘർഷത്തിൻ്റെ അലയൊലികൾ വ്യാപിക്കുമോ? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ റോസ്. വളരെ കലുഷിതമായിട്ടുള്ള, അതീവ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ലോക പൊളിറ്റിക്സ്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് മധ്യപൂർവേഷ്യ. നമ്മൾ ഇന്ന് ഈ ഒരു നിലപാട് സംഘടിപ്പിക്കുവാൻ പ്രധാനമായിട്ടും ചില വാർത്തകൾ, അല്ലെങ്കിൽ ചില ആശങ്ക ജനിപ്പിക്കുന്ന ചില വാർത്തകൾ ലോകത്തെ എമ്പാടും നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് US ഇസ്രായേൽ എഗെയിൻസ്റ്റ് ഇറാൻ എന്ന രീതിയിലേക്ക് ഒരു യുദ്ധഭീതി ആ ഒരു പ്രദേശത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു ന്യൂക്ലിയർ ഡീലിലേക്ക് ഇറാൻ വന്നില്ലെങ്കിൽ ദർ വിൽ ബി എ ബോംബിംഗ് എന്ന കർശനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഡൊണാൾഡ് ട്രംപ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിന് തിരിച്ചടിയായിട്ട് ഇറാൻ പറയുന്ന ഒരു കാര്യം, ഈ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഡിപ്ലോമസിയുടെ മാർഗ്ഗങ്ങളെല്ലാം തുറന്നിട്ടിരിക്കുന്നു. പക്ഷേ ഒരു മിലിറ്ററി അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇറാൻ നൽകിയിരിക്കും എന്ന വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഇറാൻ ഒഫീഷ്യൽസ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിനെ സാധൂകരിക്കാൻ വേണ്ടി അവരുടെ ഒരു അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസിൽ വലിയ തോതിലുള്ള ഒരു മിസൈൽ സംവിധാനം അവർ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വളരെ കലുഷിതമായിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇനി ന്യൂക്ലിയർ ഡീലിലേക്ക് ഇറാൻ വന്നില്ലെങ്കിൽ ഒരു സെക്കൻഡറി സാങ്ഷൻ എന്ന രീതിയിലേക്ക് ഇറാന് നേരെ ശക്തമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തും. സെക്കൻഡറി സാങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാനുമായിട്ടും ഒരു ബിസിനസ് നടത്തുന്ന കമ്പനികൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തും. ഈ 2018 ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭരണകാലയളവിൽ ഇറാന് നേരെ ഏർപ്പെടുത്തിയ ഒരു ഉപരോധത്തിന് സമാനമായിട്ടുള്ള രീതിയിലേക്കാണ്, ഒരു എക്കണോമിക് സാങ്ഷനിലേക്കാണ് ട്രംപ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ടിറ്റ് ഫോർ ടാറ്റ് എന്ന രീതിയിലേക്ക് പരസ്പരമുള്ള വാക്പോരുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്നു. തീർച്ചയായിട്ടും ഒരു ബോംബിംഗ് നടത്തും, ഡീലിലേക്ക് വന്നെങ്കിൽ ബോംബിംഗ് നടത്തുമെന്ന് ട്രംപ് പറയുന്നു. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു. ഇറാനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം കലുഷിതമാകുമെന്ന് റഷ്യയുടെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഭീതിയോടെ കഴിയേണ്ട ഒരു ഗതികേടിലാണ്, ഒരു അവസ്ഥയിലാണ് ലോകജനത. രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം, എനിക്കൊന്ന് റോബിൻ അത് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. ഒരു എക്കണോമിക് വാർ കൂടി പാരലായിട്ട് നടക്കുന്നുണ്ട്. ഒരു കൺവെൻഷണൽ വാർ ലോകം നോക്കിക്കാണുന്നു, പാരലായിട്ട് എക്കണോമിക് വാർ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ പകരച്ചുങ്കം, റെസിപ്രോക്കൽ താരിഫ് എന്ന രീതിയിൽ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ, നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു റെസിപ്രോക്കൽ താരിഫ്, അത് ലോക വിപണിയിൽ കനത്ത ഒരു ആഘാതം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ ദിവസം തന്നെ സെൻസെക്സും അതുമായി ബന്ധപ്പെട്ട ഓഹരി വിപണി സൂചികയൊക്കെ വലിയ രീതിയിലുള്ള ഇടിവിലേക്ക് സംഭവിച്ചിരിക്കുന്നു. അതും ഒരു കൺവെൻഷണൽ വാർ എന്നതിനേക്കാൾ ഉപരി ഒരു എക്കണോമിക് വാറിലേക്ക്, ഒരു ട്രേഡ് യുദ്ധത്തിലേക്ക്, വ്യാപാര യുദ്ധത്തിലേക്ക് ലോകത്തെ നയിക്കുന്നു. അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അത് റോസ് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ US-ഉം ഇറാനും തമ്മിലുള്ള ബന്ധം, ഒരു അസ്വാരസ്യം വളരെ കലുഷിതമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഒരു അതിനിർണായകമായിട്ടുള്ള രേഖ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഹമാസിൻ്റെ തുരങ്കങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു രേഖ. ഈ ഹമാസിൻ്റെ ഭീകര നേതാക്കളായിട്ടുള്ള യഹിയ സിൻവാറും മുഹമ്മദ് ഡൈഫും 2021 ജൂൺ മാസം ഇറാനിലെ IRGC, അതായത് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ്, അതിൻ്റെ ഉന്നത നേതാക്കളുമായി നടത്തിയ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു നിർണായകമായിട്ടുള്ള രേഖയാണ്. അതിനകത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ സൈഡിൽ നിന്നും ഏകദേശം $500 മില്യൺ ഈ ഹമാസ് ഭീകര നേതാക്കൾ അത് ആവശ്യപ്പെട്ടത്. ആ ഒരു ആവശ്യത്തെ ഇറാൻ അംഗീകരിക്കുന്നു. മാസം തോറും, അതായത് 2021 2 വർഷത്തേക്ക് മാസം തോറും $20 മില്യൺ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹമാസിന്
ഇറാന് നൽകുമെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ആ ഒരു ഡോക്യുമെന്റിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇറാനിലെ സാധാരണക്കാരുടെ അവസ്ഥ എത്ര ശോചനീയമാണെങ്കിലും ഞങ്ങൾ ഈ ഫണ്ട് നൽകിയിരിക്കും, കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ശത്രു ഇസ്രായേലാണ്, ഇസ്രായേലിനെ തീർച്ചയായിട്ടും തകർക്കും എന്ന രീതിയിലുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞിട്ട് റോബിനിലേക്ക് വരാം. ഈ ഒരു രേഖ പുറത്തുവിടുമ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞ ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വാചകം കൂടിയുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു നിലപാടിൻ്റെ കോർ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ദ കൺക്ലൂഷൻ ഈസ് ക്ലിയർ, ഇറാൻ ഈസ് ദി ഹെഡ് ഓഫ് ദി സർപ്പന്റ് ആൻഡ് ഡിസ്പൈറ്റ് ഓൾ ഇറ്റ്സ് ഡിനൈൽസ് ഇറ്റ് ഈസ് ഓൾസോ ഫണ്ടിങ് ആൻഡ് അഡ്വാൻസിങ് ടെറർ ഇൻ ഓൾ ഏരിയാസ് ഫ്രം ഗാസ ത്രൂ ലെബനോൺ, സിറിയ, ജുദേയ, സമരിയ ആൻഡ് നൗ വിത്ത് ദ ഹൂതീസ് ഇൻ യമൻ അണ്ടർ ദ ഡിസയർ ടു ഡിസ്ട്രോയ് ഇസ്രായേൽ. ഇസ്രായേൽ will do everything possible to prevent Iran from obtaining a nuclear weapon and will continue to hit its proxies in the region until the Iranian evil axis is crushed and defeated. ഇതാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ വാചകം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ റോബിൻ, നമുക്ക് ഈ രണ്ട് വാറും അത് റോബിൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് ഈ എക്കണോമിക് വാർ, അത് ലോക രാജ്യങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്ട്, പ്രത്യേകിച്ച് ലോക രാജ്യങ്ങളും യൂറോപ്യൻ കോണ്ടിനെന്റും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഘാതം സൃഷ്ടിക്കുമോ? ഒപ്പം തന്നെ ഈ ഇറാനുമായി ബന്ധപ്പെട്ട് മധ്യപൂർവേഷ്യയിൽ ഉടലെടുത്തിരിക്കുന്ന ഒരു സംഘർഷം ആ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ, അതോ ലോകവ്യാപകമായിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ആദ്യം തന്നെ നമ്മൾ ഈ എക്കണോമിക് വാറിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ചൈനയ്ക്കെതിരെ 54% താരിഫാണ് ഏർപ്പെടുത്തിയത്. അപ്പോൾ അവർ കൗണ്ടറായിട്ട് തിരിച്ച് ചൈനയും ഇത് ഏർപ്പെടുത്തുന്ന സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ അമേരിക്കയുടെ GDP എന്ന് പറയുന്നത് $28 ട്രില്യൺ ആണ്, ചൈനയുടേത് $18 ട്രില്യൺ ആണ്. അപ്പോൾ ഇത്രയും വലിയ രണ്ട് എക്കോണമികൾ തമ്മിലാണ്, എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് എക്കോണമികൾ തമ്മിലുള്ള ഈ പിടിവലിക്കിടയിലാണ് ട്രംപ് ഇങ്ങനെ ഒരു സംഗതിയായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ട്രംപ് കറക്റ്റ് എല്ലാ രാജ്യം, ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കും അടക്കം ഈ താരിഫ് ഏർപ്പെടുത്തി എങ്കിലും കൃത്യമായിട്ട് ചൈനയെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന്, ചൈനയുടെ കൂടെ നിൽക്കുന്ന ആളുകളെയും ആർക്കൊക്കെ ഇതുപോലെ ഇച്ചിരി ഈ വ്യാവസായികമായി ഉയർന്നു വരുന്നുണ്ടോ അവരെയും ഉദ്ദേശിച്ചുള്ളത് തന്നെയാണ് സംഭവിച്ചേക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഏറ്റവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കംബോഡിയക്കെതിരെ ഇപ്പോൾ ചൈനയ്ക്കെതിരെ 54% താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ കംബോഡിയക്കെതിരെ 49, ചൈനയ്ക്കെതിരെ 54, കംബോഡിയക്കെതിരെ 49% രേഖപ്പെടുത്തി. അവർക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് ചൈന അവിടെ ഉണ്ടാക്കുന്ന പോർട്ട്, അമേരിക്ക അടക്കം കൺസേൺ ഉന്നയിച്ച പോർട്ട് ചൈന കൂടുതൽ നവീകരിച്ച് നന്നാക്കി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്ന് വെച്ചാൽ ഈ ഇൻഡോ പസഫിക് മേഖല വളരെ വലിയൊരു, നമ്മൾ പല പ്രാവശ്യം ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ പല പ്രാവശ്യം പറയുന്ന സാഹചര്യമുണ്ട്. കാരണം ഈ മേഖല വളരെ വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇറാൻ്റെ തന്നെ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഈ ഡേഗ ഗാർഷി അടക്കമുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നാണ് ആക്രമണത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ്. അപ്പം ഈ അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ ഈ എക്കോണമിക് ആയിട്ടുള്ള ഈ വാർഫെയറിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യക്കടക്കം താരിഫ് ഏർപ്പെടുത്തിയെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്കും ഇപ്പോൾ ജപ്പാനാണെങ്കിലും സൗത്ത് കൊറിയ അടക്കം ഏകദേശം 26-27% നിൽക്കുന്നത്. ഇവരെല്ലാം ബാക്ക് ഡോർ ടോക്ക്. ഇപ്പോൾ തായ്വാനും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തായ്വാൻ ചൈനയ്ക്കെതിരാണെന്ന് പറയുമ്പോൾ തായ്വാനും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം ബാക്ക് ഡോർ ടോക്സിലേക്ക്, ഇറ്റലി അടക്കം ഇന്ത്യ അടക്കം എല്ലാവരും ഇവർ റിട്ടാലിയേറ്ററി ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇവരെല്ലാവരും കൃത്യമായിട്ട് നെഗോഷിയേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രംപും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നെഗോഷിയേഷനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്തതുകൊണ്ട് നെഗോഷിയേഷൻ ടേബിളിലേക്ക് ഇവരെല്ലാം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കൃത്യമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ അവർ കൃത്യമായ കൺസേൺ അതിൻ്റെ ഉള്ളിൽ ചെയ്യുകയും, ഇപ്പം നമുക്കറിയാം തായ്വാൻ്റെ കാര്യത്തിലാണ് ഈ 2 നാനോമീറ്റർ 3 നാനോമീറ്റർ ചിപ്പുകളൊക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തായ്വാനിൽ നിന്നാണ്. അപ്പോൾ തായ്വാനൊക്കെ എന്താണെങ്കിലും അമേരിക്ക കൃത്യമായിട്ടുള്ള അതിനനുസരിച്ചുള്ള ഒരു താരിഫ് അതിൻ്റെ ഉള്ളിൽ കുറേ കൺസേൺ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കൃത്യമായും ഉദ്ദേശിച്ചേക്കുന്നത് ചൈനയെയാണ്. ചൈനയുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ഇതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രതിഫലനം തന്നെ ആയിരിക്കണം കഴിഞ്ഞ ദിവസം തായ്വാന് ചുറ്റും ഈ ചൈന വലിയ സൈനിക വിന്യാസം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തായ്വാന് ചുറ്റും. എന്ന് വെച്ചാൽ ഏത് സമയവും ഒരാക്രമണം എന്നുള്ള രീതിയിലേക്ക് ഈ മേഖല പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ചൈന അങ്ങനെ ചെയ്യുമ്പോൾ അതേ സമയത്ത് തന്നെ അമേരിക്ക, ഇപ്പം നമ്മൾ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക കൃത്യമായ ആയുധവിന്യാസം അതുപോലെ തന്നെ കാരിയറുകൾ അടക്കമുള്ളത് ഇങ്ങോട്ട് വിടുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും ഇതേ വിന്യാസം അവർ ഇവിടെ ഇൻഡോ പസഫിക് മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചൈന ഏത് സമയവും ഒരു കടന്നുകയറ്റം, കാരണം പല പ്രാവശ്യമായിട്ട് ചൈനയുടെ വിമാനങ്ങളും ആണെങ്കിലും കപ്പലുകളാണെങ്കിലും
തായ്വാൻ്റെ അതിർത്തികൾ ഭേദിച്ച് പല പ്രാവശ്യമായി കടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ എല്ലാം നിൽക്കുന്നൊരു സമയത്താണ് ചൈനയെ എങ്ങനെയെങ്കിലും ഒതുക്കുക എന്നുള്ളത് ഇപ്പോൾ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ മാത്രമായിരുന്നില്ല, ഇത് ഡെമോക്രാറ്റുകളുടെ നേരത്തെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെയും അവരുടെയും ലോങ് ടൈം പ്ലാനിൻ്റെ ഭാഗമാണിത്. അപ്പോൾ അവർ എന്ത് വില കൊടുത്തു, ഇപ്പോൾ ട്രംപ് ആയതുകൊണ്ട് ട്രംപ് പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം ഇങ്ങനെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഈ ലോങ് ടൈം പ്ലാനിൻ്റെ ഭാഗം തന്നെയാണ് ചൈനയെ എങ്ങനെയെങ്കിലും ഒതുക്കുക എന്നുള്ളത്. പക്ഷേ ഇത് സംഭവിച്ചേക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്ന ഇന്ത്യൻ ഓഹരി വിപണിയിലാണ്. കാരണം ഇന്ത്യൻ ഓഹരി വിപണി നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഏകദേശം 3%, ഏകദേശം 3% ലോസാണ് ഉണ്ടായേക്കുന്നത്. പക്ഷേ അതിന് ഓസ്ട്രേലിയക്ക് വരെ 4% മുകളിൽ ലോസ് ഓസ്ട്രേലിയയുടെ ഓഹരി വിപണിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഹെങ്സങ് ഹോങ്കോങ്ങിൻ്റെ എന്ന് വെച്ചാൽ 2008 ഫൈനാൻഷ്യൽ മെൽഡൗൺ നമുക്കറിയാം, വളരെ സീരിയസ് ആയിട്ടുള്ള മെൽഡൗൺ ആയിരുന്നു. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഇടിവാണ് 13% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഷാങ്ഹായിക്ക് ഏകദേശം 8% ഇടിവ്, അതുപോലെ നൈക്കി ജപ്പാൻ്റെ അതിന് ഏകദേശം 7.5% ഇടിവ്, വലിയ ഇടിവാണ്. ഇപ്പം ഇനിയിപ്പോൾ യൂറോപ്പിലേക്ക് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യൂറോപ്യൻ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ ഭീകരമായ ഇടിവ് എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ മെൽഡൗൺ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു മാൻമെയ്ഡ് ഒരു ക്രാഷ്, ബ്ലഡ് ബാത്ത്, കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ ഒരു ബ്ലഡ് ബാത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഫൈനാൻഷ്യൽ മെൽഡൗണിലേക്കും കൂടെ പോകുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ലോക സാമ്പത്തിക വ്യവസ്ഥ വളരെ ഭീകരമായ അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഏത് രീതിയിൽ ഇനി അമേരിക്ക കൈകാര്യം ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ട്രംപ് പറഞ്ഞേക്കുന്ന ഒരു നെഗോഷിയേഷൻ്റെ പാതയിലേക്ക് എല്ലാവരും, കാരണം ഞാനിപ്പോൾ ഇത് ചെയ്തപ്പോഴത്തേനും എല്ലാവരും പല ആളുകളും ചർച്ചകളുമായി എത്തിയിട്ടുണ്ട്, നെഗോഷിയേഷൻ ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് പല രാജ്യങ്ങളുമായിട്ട് സർപ്ലസ് ആണുള്ളത്, ഈ ട്രേഡ് സർപ്ലസ് ആണുള്ളത്. അപ്പോൾ അത് കുറയ്ക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. പക്ഷെ അതെങ്ങനെ എത്തിച്ചേരും എന്നുള്ളത്, കാരണം ഇത് കാലങ്ങളുമായിട്ടുണ്ടായ സാധനമായതുകൊണ്ട് ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എങ്ങനെ ഇതിനെ മാറ്റാൻ കഴിയും എന്നുള്ളത്, എങ്ങനെയാവും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇത് ഞാനൊരു ട്രാക്ക് സെറ്റ് ചെയ്തേക്കാണ്, ഇനി ട്രാക്കിലൂടെയാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതേ സമയത്താണ് ഇപ്പോൾ ഇറാനെ ആക്രമിക്കുമെന്നുള്ള ഒരു സംഭവം കൂടി വരുന്നത്. ഇറാനെ ആക്രമിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ NPT ന്യൂക്ലിയർ ഈ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റിയിൽ ഇറാൻ അടക്കം അംഗമാണ്. 1970 അവരും ഒപ്പുവെച്ചതാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് 60% എൻറിച്ച്ഡ് ആയിട്ട് യുറേനിയം കയ്യിലിരിക്കുന്നു. ഒരു അണുബോംബ്, ഇമ്മീഡിയറ്റ് ആയിട്ടൊരു അണുബോംബ് ഉണ്ടാക്കാൻ പാകത്തിൽ അവരുടെ കയ്യിൽ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഗൺ ട്രിഗർ ചെയ്യുന്ന ഒരു ന്യൂക്ലിയർ ബോംബുണ്ട്, ഇപ്പോൾ ഹിരോഷിമയിൽ ഇട്ട ബോംബ്, അതുപോലത്തെ ഒരു ബോംബ് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ തന്നെ അവരുടെ കയ്യിലുണ്ട്. എൻറിച്ച്ഡ് യുറേനിയം അവരുടെ കയ്യിലിരിക്കുന്ന സാഹചര്യമുണ്ട്. അവർ ഒരു രീതിയിലും ഒരു നെഗോഷിയേഷൻ ടേബിളിലേക്ക് എത്താൻ അവർ എത്തുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും നമ്മൾ ചിന്തിച്ചാലും ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ഭാഗത്ത് ഏതൊരു രാജ്യമാണെങ്കിലും ഇപ്പോൾ ഇസ്രായേലുമായി ഇങ്ങനെ ഒരു യുദ്ധസാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, ഈ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുമായി ഒരു യുദ്ധസാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് ഒരു നെഗോഷിയേഷനിലേക്ക് എത്തുകയും ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് അത്ര വിശ്വാസം പോരാ അമേരിക്കയും ഇസ്രായേലിനെയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരതിന് തയ്യാറല്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഡൊണാൾഡ് ട്രംപ് വളരെ തീവ്രമായ നിർദ്ദേശം കൊടുത്തേക്കുമാണ്, അടിയന്തരമായിട്ട് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം ഇല്ലാതാക്കിക്കൊള്ളുക, ന്യൂക്ലിയർ അവരുടെ എല്ലാ കാര്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കുക, ചർച്ചയിലേക്ക് എത്തുക എന്നുള്ളത് അടിയന്തരമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തേക്കാണ്. എല്ലാ സൈനിക താവളങ്ങളും ആക്രമണത്തിനായിട്ട് സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൂത്തികൾക്കെതിരെ ഇന്നും കൂടെ വ്യാപകമായ ആക്രമണം നടത്തി. കാരണം ഹൂത്തികളുടെ അടുത്ത് ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള സാധനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇറാൻ്റെ പ്രോക്സിയാണ്. ഇപ്പോൾ അമേരിക്ക ഡിയാഗോ ഗാർഷിയെന്ന് ഇറാനെ ആക്രമിക്കുന്നത് പോലെ ഇറാന് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഈ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്ന റൂട്ടാണ് ഈ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ബ്ലോക്കേഡ് സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ തീവ്രമായിട്ടുള്ള ബോംബിങ് യമനിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനെ ആക്രമിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇറാന് നമുക്കറിയാം ഈ കോൺക്രീറ്റ് ബങ്കറുകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ഭൂമിക്കടിയിലേക്ക് വളരെയധികം അടിയിലേക്ക് എത്തിയിട്ട് കോൺക്രീറ്റ് ബങ്കറുകൾ, ഇപ്പോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് ഫോമുകളൊക്കെയാണ് ഇറാൻ്റെ കയ്യിലിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അമേരിക്ക കണ്ടുപിടിച്ച അഡ്വാൻസ്ഡ് ഫോം അടക്കം ഇറാനും അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ കോൺക്രീറ്റ്
പാളികൾക്കടിയിൽ ഉള്ള ബങ്കറുകളിലാണ് നമുക്കറിയാം പല പ്രാവശ്യമായിട്ട് ഇവർ ഈ മിസൈൽ സിറ്റി എന്ന് പറഞ്ഞാണ് ഇതിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ പല പ്രാവശ്യം ഇപ്പോൾ ഈ ആക്രമണത്തിൻ്റെ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളത് അതിൻ്റെ ഒരുക്കങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് കുറച്ച് കാലങ്ങളായിട്ട് ഇറാൻ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കുറച്ച് കാലങ്ങളായിട്ട് ഇത് തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുന്നതാണ്. നമ്മളിപ്പോഴാണ് ഇതിനെ തീവ്രതയിലേക്ക് എത്തിയിരിക്കുന്നത് എങ്കിലും ഇറാൻ ഒരു നെഗോഷിയേഷനിലേക്ക് എത്തിയില്ലെങ്കിൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളുകളായിട്ട് ഇവിടെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ പീക്കിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏത് സമയം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇറാനെതിരെ ഒരു ബോംബിംഗ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ബോംബിംഗ് ഉണ്ടായാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടാക്റ്റിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് അമേരിക്ക ഉപയോഗിക്കാനുള്ള സാഹചര്യം കൂടുതലാണ് എന്നാണ് പറയുന്നത്. കാരണം അതാണ് ഉദ്ദേശിച്ചത്, ഈ അടിയിലുള്ള ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ബങ്കറുകൾ തകർക്കണമെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചാണ്. കാരണം അത് അമേരിക്കയുടെ അടുത്തുണ്ട്. ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർക്കാൻ ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് അമേരിക്കൻ ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ നടത്തിയിട്ടുണ്ട്, അവരുടെ ന്യൂക്ലിയർ വാർഹെഡുകളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വാർഹെഡുകൾ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഹിരോഷിമയ്ക്കും നാഗസാക്കിക്കും ശേഷം പിന്നീട് ഒരു പക്ഷേ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കുന്നൊരു സ്ഥലമായി ഇറാൻ മാറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം ഇറാൻ അടുത്ത് 10,000-ന് മുകളിൽ ബാലിസ്റ്റിക് മിസൈൽ, അഡ്വാൻസ്ഡ് ബാലിസ്റ്റിക് മിസൈൽ ഇരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് ഇറാൻ ഏത് രീതിയിൽ ഉപയോഗിക്കും എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. കാരണം ഈ മേഖലയിലെല്ലാം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുണ്ട്. ഇറാഖിലേക്ക് പണ്ട് അമേരിക്ക ആക്രമണം നടത്തിയപ്പം ഗറില്ല വാർഫെയർ ആയിരുന്നു. എന്ന് വെച്ചാൽ എയറിലെ ഗറില്ല വാർഫെയർ ആ രീതിയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ഇറാനെതിരെ ഏത് രീതിയിലുള്ള വാർഫെയർ ആയിരിക്കും ഇവർ ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും അതുപോലെ തന്നെയുള്ള ഒരു വാർഫെയറിലേക്ക് തന്നെ ഇസ്രായേൽ അങ്ങനെയായിരുന്നു. ആ തരത്തിലുള്ള വാർഫെയർ ആയിരുന്നു ഈ ഇറാനെതിരെ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത്. നേരത്തെ ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ തിരിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഗറില്ല വാർഫെയറിലൂടെയായിരുന്നു. അതേ ടാക്ടിക്സ് തന്നെയാണോ അമേരിക്കയും ഉപയോഗിക്കുക എന്ന് അറിയില്ല. എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഇവരുടെ എല്ലാ ഫെസിലിറ്റീസും അടിച്ചു നിരത്തുന്ന രീതിയിലേക്ക്, എന്ന് വെച്ചാൽ തിരിച്ച് ആക്രമിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഉള്ള ഒരു ആക്രമണമായിരിക്കും പ്ലാൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അഥവാ തിരിച്ച് ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിലേക്ക് മുഴുവൻ ഇറാൻ്റെ ആക്രമണം എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മൾ പഴയ പോലത്തെ ഒരു സ്ഥിതിവിശേഷമല്ല. ഒരേ സമയം ഇറാനെ റഷ്യ സഹായിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചൈനയ്ക്കും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുതയാണ്. അപ്പോൾ ഒരേ സമയം തന്നെ ചൈന തായ്വാൻ്റെ അങ്ങോട്ട് കയറാനുള്ളൊരു സാധ്യതയും, അതുപോലെ തന്നെ റഷ്യ ഉക്രൈനിൽ ഇപ്പോൾ തന്നെ അവർ വളരെ വലിയ തോതിൽ ആക്രമണം അവിടെ നടത്തുന്നുണ്ട് ഉക്രൈനിൽ. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം നടത്തിയിട്ട് അവിടെ ഉക്രൈൻ പറഞ്ഞു സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. റഷ്യ പറഞ്ഞു ഈ യൂറോപ്പിൽ നിന്ന് അടക്കമുള്ള മിലിറ്ററി എക്സ്പേർട്സ് അവിടെ മീറ്റിംഗ് നടത്തുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ആക്രമണം നടത്തിയതെന്നും 100-ന് മുകളിൽ ആളുകളെ ഞങ്ങൾ പട്ടാളക്കാരടക്കം കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി എന്ന് റഷ്യ പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു വാർ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഒരു വളരെ വലിയ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ലോകത്തിലെ പല ഭാഗങ്ങളും ഒരുപക്ഷെ ഈ വാറിൽ ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേരളത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ, സൗദി അടക്കമുള്ള രാജ്യങ്ങളിലെ പല ഫെസിലിറ്റീസും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു പ്രവാഹം അവിടെ നിന്നും നമ്മുടെ ഇന്ത്യക്കാർ അവിടെ വർക്ക് ചെയ്യുന്നവർ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത പോലും നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയെ അടക്കം വളരെ വലിയ തോതിൽ അത് ബാധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയും. ഓക്കെ, അത് കറക്റ്റാണ്. കാരണം അതീവ ഭയാനകമായിട്ടുള്ളൊരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. റോബിൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അമേരിക്ക ഇറാനെതിരെ ഇത്തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസിന് നേരെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇറാൻ, എനിക്ക് തോന്നുന്നു, ആദ്യമേ ആക്രമിക്കുന്നത് ഇസ്രായേലിനെ ആയിരിക്കും. ഇസ്രായേൽ ഇപ്പോൾ തന്നെ തങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു മുറിവായി മാറിയ ഒക്ടോബർ 7 ആ ഒരു ആക്രമണത്തിന് പിന്നിൽ ഇറാൻ്റെ ഫണ്ടിങ് ഉണ്ടായിരുന്നു എന്ന ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് ഇസ്രായേലിൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ ഈ അമേരിക്കയ്ക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ ഇറാനെ കയറി ആക്രമിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ ആക്രമിച്ചാൽ അതിൽ ഒട്ടും തന്നെ ഒരു അതിശയോക്തി അല്ലെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. അപ്പോൾ അതിഭയാനകമായ സാഹചര്യം, യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷേ അവിടെ ഉണ്ടാകുന്ന ആ ഒരു യുദ്ധം, സംഘർഷം എന്ന് പറയുന്നത് ഇങ്ങ് കൊച്ചു കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളെ പോലും ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഗൾഫ് മേഖലകളടക്കം വലിയ രീതിയിലുള്ള ഭീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അമേരിക്കയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് റോസിലേക്ക് വരികയാണ്. ഈ ട്രംപിനെതിരെ
കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം നടക്കുകയുണ്ടായി. ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് എടുക്കുന്ന ഈ ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ ഒരു ജനപ്രീതി കുറയാൻ ഇടയാക്കുമോ എന്നൊരു ആശങ്ക റിപ്പബ്ലിക്കൻ പാർട്ടിക്കിടയിൽ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒപ്പം തന്നെ ഈ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെ അതിന് തന്നെ ഒരു ഭീഷണി ഈ ട്രംപിൻ്റെ ഒരു ട്രേഡ് വാർ സൃഷ്ടിക്കുമോ എന്നൊരു ആശങ്ക അന്താരാഷ്ട്ര നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗാസയിലേക്ക് വരുമ്പോൾ റോസ്, നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഗാസ ആ ഒരു വിഷയം. ഈ കഴിഞ്ഞ ദിവസം തന്നെ വളരെ മാസങ്ങൾക്ക് ശേഷം ഈ ഗാസയിൽ നിന്നും ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് ഒരു റോക്കറ്റ് ആക്രമണമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പലരും അത്ഭുതപ്പെടുന്നുണ്ട്. ഈ റോക്കറ്റൊക്കെ ഇത്രയും തകർന്ന തരിപ്പണമായിട്ടും ഇവർക്ക് എങ്ങനെ ഇത്രയും വലിയ റോക്കറ്റ് സംവിധാനമൊക്കെ ലഭിച്ചു എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, നോർത്തേൺ ഗാസയിൽ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അധികം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ ഒരു വാർത്ത. ഈ ജബാലിയ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് സാധാരണ ജനങ്ങൾ ഹമാസ് ആർ ടെററിസ്റ്റ്, ഹമാസ് ആർ ഗാർബേജ് എന്നൊക്കെ ഒരു വാക്ക് ഓർക്കുക. കേരളത്തിൽ ഹമാസിനെ ഭീകരർ എന്ന് വിശേഷിപ്പിക്കാൻ നട്ടലില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട്. ആ ഒരു സ്ഥാനത്താണ് സാധാരണ ജനങ്ങൾ ഹമാസ് ആർ ടെററിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത്. അപ്പോൾ ഗാസയിലെ നിലവിലൊരു സ്ഥിതി എത്രത്തോളമുണ്ട്? ഇവർ ഈ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ തന്നെ, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതുപോലെ തന്നെ, ഗാസയുടെ ഇപ്പോഴത്തെ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം ഹമാസ് തന്നെയല്ലേ? ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രസ്താവിച്ചതുപോലെ തന്നെ ഇറാൻ ഹെഡ് ഓഫ് ദ സ്നേക്ക് എന്നൊരു പദപ്രയോഗമാണ് ഇറാന് ഈ ഇസ്രായേൽ കാറ്റ്സ് നൽകിയത്. ആ ഒരു പദപ്രയോഗം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ തീവ്രവാദത്തിന്റെ വിഷം പേറുന്ന തീവ്രവാദ സംഘടനകൾ, ആ സംഘടനകളുടെ ഒക്കെ തലപ്പത്ത് നിൽക്കുന്ന ഹെഡ് ഓഫ് ദ സെർപ്പന്റ്, അത് തന്നെയാണ് ഇറാൻ എന്ന ഒരു തീവ്രവാദ രാജ്യം. ആ രാജ്യത്തിന്റെ തീവ്രവാദ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിക്കുന്ന ആ തലപ്പത്തുള്ള ആൾക്കാർ, ഇവർക്ക് ഈ ചുറ്റിലുള്ള രാജ്യങ്ങൾ, തീവ്രവാദ ശൃംഖല, ഈ ചുറ്റിലുള്ള രാജ്യങ്ങളിലെ തീവ്രവാദ ശൃംഖലകൾ എടുത്തു പറയുകയാണെങ്കിൽ ലെബനനിലെ ഹിസ്ബുള്ള, അതുപോലെ ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ, ഇറാഖിലും സിറിയയിലുമുള്ള തീവ്രവാദ സംഘടനകൾ, ഇവരുടെ എല്ലാം ഒരു ചുക്കാൻ പിടിക്കുന്നത് ഇറാൻ ആണെന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇറാൻ കൊടുക്കുന്ന ഫണ്ടിങ്, ട്രെയിനിങ്, അതുപോലെ വെപ്പൺസ്, ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇവരെല്ലാം ഒരു തീവ്രവാദ ശൃംഖലകൾ വളർത്തുന്നതും വികസിപ്പിക്കുന്നതും ഒക്കെ ഇറാന്റെ ഒരു നേതൃത്വത്തിലാണ്. അപ്പോൾ ഇറാന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിന് ഡെത്ത് ടു ഇസ്രായേൽ എന്നുള്ള ഇറാന്റെ ആ ഒരു ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തെ പിന്താങ്ങുന്ന ഈ തീവ്രവാദ സംഘടനകളെല്ലാം. അപ്പോൾ ഈ ഇറാൻ ഉള്ളിടത്തോളം കാലം, ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ തലപ്പത്ത് ഇറാൻ ഉള്ളിടത്തോളം കാലം ഈ ഹമാസിനെ ആകട്ടെ, ഹിസ്ബുള്ളെ ആകട്ടെ, ഹൂതികളെ ആകട്ടെ എത്ര തന്നെ നിയന്ത്രിച്ചാലും അവർക്ക് വീണ്ടും വളരാനുള്ള ഒരു സ്കോപ്പ് അവിടെ കിടക്കുകയാണ്. ഇറാൻ എന്നുള്ള ഒരു ഭീഷണി അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ വീണ്ടും ഇസ്രായേൽ ഒരു സൈഡിൽ നിന്ന് ഓരോരുത്തരും ഒതുക്കും തോറും അപ്പുറത്തെ സൈഡിൽ വേറെ തീവ്രവാദികളെ വളർത്തുകയാണ് ഈ ഇറാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇറാൻ എന്നുള്ളൊരു ഭീഷണി അവിടെ ഉള്ളിടത്തോളം കാലം ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ഭീഷണി, എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും അവരുടെ ഒരു വേരോട്ടം അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഒരു വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ എത്ര തന്നെ നശിപ്പിച്ചാലും അതിന്റെ വേരവിടെ ഉള്ളിടത്തോളം കാലം ആ വൃക്ഷത്തിന്റെ ഫലം അത് വീണ്ടും വന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഇറാൻ അവിടെ ഒരു തീവ്രവാദ ശക്തിയെ, ഏറ്റവും വലിയ തീവ്രവാദ ശക്തിയെ ഉള്ളിടത്തോളം കാലം ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇവരുടെ ഒരു സാധാരണ ജനങ്ങളിലേക്ക് എത്തേണ്ട ഫണ്ടുകൾ, അവരുടെ ഡെവലപ്മെന്റിന് ആവശ്യമായ ഫണ്ടുകളാണ് ഇവർ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഈ രാജ്യങ്ങളിലുള്ള സാധാരണ പൗരന്മാർ തന്നെയാണ്. ഇറാനിലാകട്ടെ, ലെബനനിലാകട്ടെ, ഗാസയിലാകട്ടെ, അവിടുത്തെ ജനങ്ങളൊക്കെ വളരെയധികം ഒരു അരക്ഷിതാവസ്ഥയിൽ, ദാരിദ്ര്യം, പട്ടിണി, അതുപോലെ അവർക്ക് കിട്ടേണ്ട എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ്, അവരുടെ എക്കണോമിക് സ്റ്റെബിലിറ്റി, അവരുടെ വാട്ടർ ഫെസിലിറ്റീസ്, ഇതൊക്കെ ഒരു ഭയങ്കര അണ്ടർ ഡെവലപ്ഡ് കണ്ടീഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ സാധാരണ ജനങ്ങൾ ഒരു പൊറുതിമുട്ടി അവർക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് ഈ എല്ലാ രാജ്യങ്ങളിലും നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും അവർ പേടിച്ചിട്ടാണ് സഹിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവർക്കെതിരെ ആരൊക്കെ തിരിയുന്ന അവരെയൊക്കെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ അവരെയൊക്കെ ഒതുക്കുന്ന ഒരു രീതികളാണ്, അജണ്ടകളാണ് ഈ തീവ്രവാദികൾക്കുള്ളത്. പക്ഷെ ഇപ്പോൾ അവരെതിർത്തില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ്, അവരുടെ അതിജീവനം ബുദ്ധിമുട്ടലാകുന്ന, അവരുടെ അതിജീവനത്തിന് ഒരു സ്കോപ്പില്ലാത്ത അവസ്ഥയിൽ ജനങ്ങൾ ആ തീവ്രവാദികൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. ഹമാസിന്റെ തെരുവുകളിൽ ഹമാസ് ഭരണം അവസാനിപ്പിക്കുക, ഹമാസ് തീവ്രവാദികളാണ്, ഹമാസ് ഗാസയിൽ നിന്ന് പുറത്തു കിടക്കുക എന്നീ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കി ആയിരക്കണക്കിന് പൗരന്മാർ ഈ ഗാസയുടെ തെരുവുകളിൽ പ്രകടനങ്ങൾ നടത്തുന്ന കാഴ്ചകൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. പക്ഷെ മാധ്യമങ്ങളിൽ അത് വാർത്തയാകുന്നില്ല എങ്കിലും ഇതൊക്കെ നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇറാന്റെ ഒരു അവസ്ഥ എടുക്കുകയാണെങ്കിൽ അവിടെ
എല്ലാ ഇസ്ലാം മതസ്ഥരൊഴികെ എല്ലാ മതസ്ഥരും ഒരു കടുത്ത ഭീഷണിയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ ക്രൈസ്തവരുടെ കാര്യം പറയുകയാണെങ്കിൽ ക്രൈസ്തവരൊക്കെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആണ്. ആരെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർഷൻ നടത്തിയാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. ബൈബിൾ ഉപയോഗിക്കുന്ന, ബൈബിൾ കൈവശം വെക്കുന്നതൊക്കെ വളരെ ക്രിമിനൽ കുറ്റമാണ്. അതുപോലെ സ്ത്രീകളൊക്കെ നേരിടുന്ന വളരെ അതിക്രൂരമായ അവസ്ഥകൾ, അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളില്ല. ഇറാനിൽ ഇസ്ലാം മതസ്ഥരല്ലാത്ത ആർക്കും തങ്ങളുടെ വിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കാനാവാത്ത അവസ്ഥയാണുള്ളത്. അങ്ങനെ ഓരോ രാജ്യവും, ഈ ലെബനൻ, ഗാസ, ഇറാൻ, എല്ലായിടത്തും അവരുടെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ അവരുടെ തന്നെ ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞു. അവരതിനെതിരെ സ്വരമുയർത്തുന്ന കാഴ്ചകൾ എല്ലാ രാജ്യങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഗാസയിൽ നിന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ, അത് ദിവസങ്ങളായിട്ട് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസയിലെ ഈ ഹമാസ് ഭീകരർക്കെതിരെ ഈ ഗാസയിലെ തെരുവുകളിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്ന കാഴ്ചകൾ. അപ്പോൾ ഈ ഇറാൻ ഉയർത്തുന്ന ഒരു ഭീഷണി എന്ന് പറയുന്നത് അത് ഇസ്രായേലിന് മാത്രം എതിരെയുള്ള ഭീഷണിയല്ല, അത് ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ എതിരെയായിട്ടുള്ള ഒരു ഭീഷണിയാണ്. ലോകത്തിൻ്റെ മുഴുവൻ ഒരു സിവിലൈസേഷനെ, ലോകത്തിൻ്റെ മുഴുവൻ പുരോഗതിയെ, ലോകത്തിൻ്റെ മുഴുവൻ അവകാശങ്ങളെ, ലോകത്തിൻ്റെ ഒരു ജനാധിപത്യം എന്ന ഒരു കൺസെപ്റ്റിനെ തന്നെ എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം അത് ഒരു മിഡിൽ ഈസ്റ്റിനെ മാത്രം ബാധിക്കുന്ന കാര്യമില്ല, ലോകത്തിൻ്റെ മുഴുവൻ സുസ്ഥിതിയെ, ലോകത്തിൻ്റെ മുഴുവൻ അവകാശങ്ങളെയാണ് ഈ ഇറാൻ ഇപ്പോൾ നിലവിൽ ഇറാൻ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലൂടെയെല്ലാം അവരുടെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ശിഖരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് വ്യാപിച്ചു കഴിഞ്ഞു. അത് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കത് പല രീതിയിൽ നമ്മളത് കണ്ടു കഴിഞ്ഞു. അത് വളരെ പ്രകടമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രകടമായ ഒരു എവിഡൻസ് ആണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പുറത്തുവിട്ടത്. അതായത് ഈ ഒക്ടോബർ 7-ന് നടന്ന ആ മനുഷ്യത്വരഹിത ക്രൂരമായ മൃഗീയ ആക്രമണം തുറന്നുവിടാനായിട്ട് ഇറാന്റെ പക്കൽ നിന്ന് $500 മില്യൺ ഹമാസ് അഭ്യർത്ഥിച്ചതായിട്ടുള്ള മുഹമ്മദ് ഡെയ്ഫ്, യഹ്യ സിൻവാർ അടക്കമുള്ള ഹമാസ് നേതാക്കൾ ഈ ഇറാന്റെ പക്കൽ നിന്ന് ആവശ്യപ്പെട്ടതായിട്ടുള്ള ഒരു രേഖയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇറാൻ അതിന് സമ്മതിച്ചതായും ഉള്ള രേഖയുണ്ട്. അതായത് ഇറാൻ കടുത്ത സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും ഇറാന്റെ പൗരന്മാരെക്കാളും ഉപരിയായിട്ടുള്ള ഒരു പരിഗണനയാണ് ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറാൻ അവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ ഒരു പദ്ധതിക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതികരണം കിട്ടിയതായിട്ടുള്ള രേഖയാണ് നമുക്ക് തരുന്നത്. അത് $140 മില്യൺ കൈമാറിയതിന്റെ വേറെ രേഖകളും ഈ യഹ്യ സിൻവാർ മരിച്ച ആ ഒരു കൊല്ലപ്പെട്ട സ്ഥലത്ത് നിന്നൊക്കെ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വേറൊരു കണക്ക്, ഈ ഹമാസ് ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കുന്ന ഗാസയിലെ ആൾക്കാരെ, പൗരന്മാരെയൊക്കെ ഇസ്രായേൽ കൊന്നൊടുക്കുകയാണെന്നുള്ളൊരു സഹതാപ തരംഗം സൃഷ്ടിച്ച് UN-ലും അതുപോലെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലും വരെ ഇസ്രായേലിനെ ഒരു ഭീകര രാജ്യമായിട്ടൊക്കെ ഉയർത്തിക്കാട്ടുന്ന ഒരു കണക്കുകളൊക്കെ ഹമാസ് പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ US ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടന കണ്ടുപിടിച്ച വളരെ വൈരുദ്ധ്യമായിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് 2024 ഗാസയിൽ കൊല്ലപ്പെട്ട 3400 പേര്, അതായത് ഹമാസ് നേതാക്കൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ച 3400-ഓളം പേരുടെ പേരുകൾ ഇപ്പോൾ പുതുക്കി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ മാർച്ച് മാസത്തിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റിൽ ഇല്ല. ഈ 3400 പേര് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചവർ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു സത്യമാണ് പുറത്തു വരുന്നത്. അതും ഇസ്രായേലിലെ ഗാസയിലെ സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തുന്നത്. ഈ കൊല്ലപ്പെട്ടവരിൽ 72% സ്ത്രീകളും കുട്ടികളുമാണ് എന്നൊക്കെയാണ് ഹമാസ് പുറത്തുവിട്ട കണക്കുകൾ. എന്നാൽ ഇപ്പോൾ നേരത്തെ ഹമാസ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിരുന്ന 1000-ലേറെ കുട്ടികളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ടതിൽ 72% ഹമാസ് ഭീകര സംഘടനയിലുള്ള ആ പ്രായപരിധിയിലുള്ള പുരുഷന്മാർ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഈ US ബേസ്ഡ് ആയിട്ടുള്ള സംഘടന പുറത്തുവിട്ടിരിക്കുന്ന യാഥാർത്ഥ്യത്തിൽ ഉള്ള കണക്കുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഹമാസ് ആകട്ടെ, ഹിസ്ബുള്ള ആകട്ടെ, ഇറാൻ ആകട്ടെ സാധാരണ ജനങ്ങളുടെ ലൈഫ് വെച്ചിട്ട്, സാധാരണ ജനങ്ങളുടെ ഡെവലപ്മെന്റ് ഫെസിലിറ്റീസ് വെച്ചിട്ടാണ് ഇവർ ഈ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റീസും അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ഫെസിലിറ്റീസും ഒക്കെ പണിത് തീവ്രവാദ ശൃംഖലകൾ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കറക്റ്റാണ്. ഇപ്പോൾ റോസ് പറഞ്ഞു നിർത്തിയ പോയിന്റ് വളരെ പ്രസക്തമായിട്ടുള്ളൊരു പോയിന്റാണ്. നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങൾ, അത് ഇറാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗാസ പോലുള്ള മേഖലകളായിക്കോട്ടെ, ഈ പുറമേക്ക് ഇസ്രായേൽ വിരുദ്ധത കോരം പ്രസംഗിക്കുന്നവർ എന്തുകൊണ്ട് ഈ പറയുന്ന പ്രദേശങ്ങളിലെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് എന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പരിശോധിക്കുന്നില്ല. ഇപ്പോൾ ഇറാനിൽ തന്നെയാണെങ്കിൽ വളരെ ഹൈ ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, അങ്ങനെ വളരെ
ദാരുണമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കടന്നു പോകുന്നത്. ഗാസയിൽ തന്നെയാണെങ്കിൽ സാധാരണക്കാരുടെ ഇപ്പോഴത്തെ ഒരു ദുരന്താവസ്ഥ വരുത്തി വെച്ചത് ഹമാസ് തന്നെയാണ്. അതേസമയം ഇസ്രായേലിലെ സാധാരണക്കാരുടെ അവസ്ഥ എങ്ങനെയാണ്? അവർ സമാധാനപരമായിട്ട് ജീവിക്കുന്നു, സുഖസൗകര്യങ്ങളോടുകൂടി തന്നെ ജീവിക്കുന്നു. അതിൽ തന്നെ ഒരു വൈരുദ്ധ്യാത്മകത നമുക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കും. ഇസ്രായേലിനെ ഭീകര രാഷ്ട്രം എന്നൊക്കെ വിശേഷിപ്പിച്ച് ഇസ്രായേലിനെ താറടിച്ച് കാണിക്കുന്നവർ എന്തുകൊണ്ട് തങ്ങൾ ഘോരം ഓരോ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം, ഇപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മളത് വിട്ടുപോയി. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ CPM പാർട്ടി സമ്മേളനത്തിൽ ഈ കഫിയ ധരിച്ചുകൊണ്ട് CPM നേതാക്കളൊക്കെ അവിടെ നിൽക്കുന്നു. ഈ കഫിയ ധരിച്ച് പാലസ്തീൻ അല്ലെങ്കിൽ ഹമാസിനൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവർ എന്തുകൊണ്ട് ഓരോ ദിവസവും പിച്ച് ചീന്തപ്പെടുന്ന നൈജീരിയയിലെ ക്രൈസ്തവരെ കാണുന്നില്ല, അല്ലെങ്കിൽ അർമേനിയയിലെ ക്രൈസ്തവരെ കാണുന്നില്ല, പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെ കാണുന്നില്ല, ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളെ കാണുന്നില്ല? അവരുടെ കണ്ണ് ഗാസയിലേക്കാണ്, അവരുടെ കണ്ണ് പാലസ്തീനിലേക്കാണ്. എന്ത് ഒരു വിരോധാഭാസം ആണ് ഇത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും. മതമില്ല അല്ലെങ്കിൽ മതത്തിനെതിരെ തോരാതെ പ്രസംഗിക്കുന്നവരാണ് ചെറിയ എന്താണ് പറയുന്നത്, ഒരു മതപരമായിട്ടുള്ള ഒരു ലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന ഹമാസിനൊക്കെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അതും പാർട്ടി സമ്മേളനം, അതും വളരെ സുപ്രധാനമായിട്ടുള്ള പാർട്ടി കോൺഗ്രസിൽ ഈ കഫിയ ധരിച്ചുകൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രത്തോളം ഒരു അധപതനം ആ പാർട്ടിക്ക് സംഭവിക്കാനില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മധ്യപൂർവേഷ്യയിലെ ഓരോ സംഘർഷങ്ങൾക്ക് പിന്നിലും, മധ്യപൂർവേഷ്യയെ കലുഷിതമാക്കുന്ന ഓരോ സംഭവങ്ങളും നാം വിശദമായി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പ്രദേശത്തെ ഒരു യുദ്ധത്തിലേക്ക്, സംഘർഷത്തിലേക്കൊക്കെ തള്ളി വിടുന്നത് തീവ്രവാദികളെ പാലൂട്ടി വളർത്തുന്ന ചില ശക്തികളാണ്. അതിൽ ഇറാനിലെ ഭരണകൂടത്തിന് അതിന് തീർച്ചയായിട്ടും വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ഗാസയിലായിക്കോട്ടെ ഹമാസിന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. അത്തരം സംവിധാനങ്ങളാണ് ആ പ്രദേശത്തെ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നത്. ഇവർ എന്ന് ഇസ്ലാമിക തീവ്രവാദത്തിന് ചുക്കാൻ പിടിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പാലൂട്ടി വളർത്തുന്നത്, അതിന് ചെലവും കൊടുത്ത് വളർത്തുന്നത് നിർത്തുന്നുവോ, അന്ന് മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അവസാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു ഉദാഹരണം തന്നെയാണ് ഈ നിലപാട് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്തത്. ഈ ഇറാൻ $500 മില്യൺ ഈ ഹമാസിന് കൊടുത്തത് വെറുതെ ഒന്നുമല്ല. അവർ അതിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആ ജനത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ തന്നെ ഇല്ലാതാക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കുമെന്ന് ആർക്കും ചിന്തിക്കാൻ സാധിക്കില്ല. ഇസ്രായേൽ പിന്നെ കയറി ഇവർക്കെതിരെ ആക്രമണം ആരംഭിച്ചാൽ പിന്നെ ഇസ്രായേലാണ് അവിടെ പ്രശ്നക്കാർ എന്ന രീതിയിലുള്ള ഒരു പ്രൊപ്പഗാണ്ട അവിടെ തീർച്ചയായിട്ടും നടത്തുന്നുണ്ട്. അതിൽ പല മാധ്യമങ്ങൾക്കും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും UN ഉൾപ്പെടെയുള്ള UNന്റെ ചില സംഘടനകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. അതുകൊണ്ട് യാഥാർത്ഥ്യം ജനം തിരിച്ചറിയുക. ആരാണ് യഥാർത്ഥത്തിലെ വില്ലന്മാർ, ആരാണ് യഥാർത്ഥത്തിലെ ഇരകൾ എന്ന് ഈ പറയുന്ന കൂട്ടർ വില്ലന്മാരെ വെള്ളപൂശുന്നത് നിർത്തുന്നുവോ, അന്ന് മിഡിൽ ഈസ്റ്റിലെ യഥാർത്ഥ ചിത്രം ലോക ജനതയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനം കൈവരും എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.